അതൊക്കെ അതെ ഇഞ്ചി കൃഷി മാതൃഭൂമിനോർത്ത് എന്റെ ഇഞ്ചി കൃഷി എന്നിട്ട് പറയാണ് ഇഞ്ചി കൃഷി അങ്ങനെ പരതാൻ ഇരിക്കുക മണ്ണ് കറങ്ങണ്ടേ അതല്ലേ താങ്കൾ മന്ത്രിയായതിനു ശേഷം ഷാർപ്പായിട്ട് വാർത്താ സമ്മേളനം നടത്താൻ ആദ്യമായിട്ട് തോന്നുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ല നമ്മൾ ഈ പറഞ്ഞ നിലപാട്. അതെന്താ അറിയോ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാണ്. ആ പോയാൽ എന്താ ഞാൻ എപ്പോഴും നമ്മളുടെ ഇതൊന്നും ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് മന്ത്രി ആയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ പഴയ ഷാജി എവിടെയോ പോയി എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് തന്നെ തോന്നിയാണോ? ഞാൻ അതിന്റെ ഒരു പ്രശ്നമല്ല, എനിക്ക് നിൽക്കുന്ന സ്ഥലത്തൊരു ഉറപ്പുമാണ്. ദാറ്റ് മീൻസ് എനിക്കിതൊന്ന് പഠിച്ചെടുക്കണം. ഒരു LSDD എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയയാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ കാര്യം മാത്രം അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങളോട് പറയാൻ ഇനിയും കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ കാര്യങ്ങളും. ഇപ്പം തന്നെ ഞങ്ങളുടെ പിന്നെ സ്ട്രേഡ് ഹൗസിൻ്റെ വിഷയത്തിൽ ഞാൻ ആദ്യം വർത്തമാനം പറയാൻ നിന്നിട്ടില്ല. പക്ഷേ 11-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് അതിൻ്റെ ക്ലിയർ പ്രോട്ടോകോൾ ഇറക്കാൻ പോവാണ്. പതുക്കെ കാര്യങ്ങൾ ചെയ്തു വരും. നിങ്ങൾ എൻ്റെ കുറേ റീലുകളൊക്കെ കണ്ടിട്ടുണ്ടാകും പണ്ട്, ഒക്കെ കുറവാണ്. അതില്ല, അതിനും സാധനല്ല കാര്യം, വേറെ പണിയെടുക്കാണ്. അതുണ്ടാവും. പക്ഷെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കുറച്ചൊരു വലുതാണ്, അത് ചെയ്യാന്നുള്ളത്. ഷാർപ്പ് വരുമ്പോ തിരിയും, പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നോക്കാവുന്നതാണ്. അത് കൈരളിയും ജനവും വിചാരിച്ചിട്ട് ഓര് എന്നെ പറിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്നിട്ടല്ലേ ഇപ്പൊ പുതിയ അത് നടക്കണ കാര്യമല്ല. അപ്പോ ഈ പ്രധാനമന്ത്രിയുടെ ചിത്രം വീടിന് മുമ്പിൽ വയ്ക്കും, അതുമായി ബന്ധപ്പെട്ട എഴുത്തുകളെല്ലാം വീടിന് അതൊരു സൗജന്യമായി ലഭിച്ച വീടാണെന്ന് തോന്നുന്ന വിധത്തിലേക്ക് വീണ്ടും പോകുന്നു. ലൈഫിൽ സാധാരണ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അങ്ങനെ പോകുന്നത് അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നം തന്നെയല്ലേ? അങ്ങനെ പോയിട്ടുണ്ടായിരുന്നോ? ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അറിയില്ലത്തോണ്ട. കേരളത്തിൽ 1 ലക്ഷത്തിൽ ചില്ലാനും കൊടുത്ത വീടുകളുടെ മുകളിലൊക്കെ അതുണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് അറിയാത്തതുണ്ടോ പെട്ടെന്ന് പത്രം ഏതാ? അതാ വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ പോയിട്ട് വീഡിയോ അടക്കം എടുത്ത് കാണിച്ചു. വീഡിയോ അടക്കം കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ വന്നതാണ്. ഈ പേര് വെക്കുന്നൊന്നും ആദ്യം ഒന്നല്ല. EMS ഭവന പദ്ധതി പുതിയതാ. ആളുകൾ കൊടുക്കുന്ന വീട് അങ്ങനെ ഒരാളെ പേര് വെച്ച് കൊടുക്കുന്നത് നല്ല പരിപാടിയാണ്. ഈ PMCയുടെ വീട് വെച്ച 1 ലക്ഷത്തിൽ ചെല്ലാനും 1 ലക്ഷത്തിൽ, അതാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. 1 ലക്ഷത്തിൽ ചെല്ലാനും വീടുകളിൽ എംബ്ലം വെച്ചു. റിപ്പോർട്ടർ എനിക്കെതിരായിട്ട് പോയിട്ട് നോക്കിയതാ. പക്ഷെ നോക്കിയപ്പോൾ സത്യം കണ്ട പോലെ കൊടുത്തു. അത് 1 ലക്ഷത്തിൽ ചെല്ലാനും വീടുകളിൽ എംബ്ലം വെച്ചു. അല്ല, പോയി നോക്കിയതായിരുന്നു സത്യത്തിൽ. പക്ഷെ വസ്തുതാപരമായിട്ട് കൊടുത്തു വാർത്ത. ഇദ്ദേഹം തന്നെ കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലല്ലേ? അയാൾ റിപ്പോർട്ടർ പോയി കൊടുത്തു. ഞാൻ കണ്ടു അതിൻ്റെ അടുത്തില്ല. ഞാൻ കാശ് തരാം. എൻ്റെ അടുത്തുണ്ട് 1 ലക്ഷം. അല്ല, എതിരെന്നല്ല, അതൊക്കെ നല്ലതപ്പാ. അതില്ല, ഞാൻ ആരുടെ എന്ത് വിരോധം കാണിച്ചില്ല. അതൊന്നും കാര്യം ഈ പണിയല്ല, ഈ കൈരളി ജനം പണിയല്ല. അല്ലാത്തൊക്കെ നമുക്ക് എന്തെല്ലാം പറയുന്നുണ്ട്. ഏതെല്ലാം കൊടുത്തു. എനിക്ക് തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് ഭൂമി, മഹാരാഷ്ട്രയിൽ ഏക്കർ കണക്കിന് ഭൂമി എന്നൊക്കെ നിങ്ങൾ ചാനൽ കൊടുത്തില്ലേ? അതൊക്കെ അതെ ഇഞ്ചി കൃഷി മാതൃഭൂമിനോർത്ത് എന്റെ ഇഞ്ചി കൃഷി. എന്നിട്ട് പറയാണ് ഇഞ്ചി കൃഷി അങ്ങനെ പരതാൻ ഇരിക്കുക മണ്ണ് കറങ്ങണ്ടേ. അതല്ലേ താങ്കൾ മന്ത്രിയായതിനു ശേഷം ഷാർപ്പായിട്ട് വാർത്താ സമ്മേളനം നടത്താൻ ആദ്യമായിട്ട് തോന്നുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ല നമ്മൾ ഈ പറഞ്ഞ നിലപാട്. അതെന്താ അറിയോ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാണ്. ആ പോയാൽ എന്താ ഞാൻ എപ്പോഴും നമ്മളുടെ ഇതൊന്നും ഇല്ലാത്ത കാര്യത്തെ കുറിച്ച്. മന്ത്രി ആയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ പഴയ ഷാജി എവിടെയോ പോയി എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് തന്നെ തോന്നിയാണോ? ഞാൻ അതിന്റെ ഒരു പ്രശ്നമല്ല, എനിക്ക് നിൽക്കുന്ന സ്ഥലത്തൊരു ഉറപ്പുമാണ്. ദാറ്റ് മീൻസ് എനിക്കിതൊന്ന് പഠിച്ചെടുക്കണം. ഒരു LSDD എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയയാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ കാര്യം മാത്രം അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങളോട് പറയാൻ ഇനിയും കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ കാര്യങ്ങളും. ഇപ്പം തന്നെ ഞങ്ങളുടെ പിന്നെ സ്ട്രേഡ് ഹൗസിൻ്റെ വിഷയത്തിൽ ഞാൻ ആദ്യം വർത്തമാനം പറയാൻ നിന്നിട്ടില്ല. പക്ഷേ 11-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് അതിൻ്റെ ക്ലിയർ പ്രോട്ടോകോൾ ഇറക്കാൻ പോവാണ്. പതുക്കെ കാര്യങ്ങൾ ചെയ്തു വരും. നിങ്ങൾ എൻ്റെ കുറേ റീലുകളൊക്കെ കണ്ടിട്ടുണ്ടാകും പണ്ട്, ഒക്കെ കുറവാണ്. അതില്ല, അതിനും സാധനല്ല കാര്യം, വേറെ പണിയെടുക്കാണ്. അതുണ്ടാവും. പക്ഷെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കുറച്ചൊരു വലുതാണ്, അത് ചെയ്യാന്നുള്ളത്. ഷാർപ്പ് വരുമ്പോ തിരിയും, പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.